ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ആരോട്ട് വാ. വരാ ആന്റി. എന്റെ മോളെ, മനസ 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 മനസ. സോറി മോളെ, പേടിക്കാനൊന്നുമില്ല. നിന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ലേ. മാനസ, മോളെ, മോളെ, അയ്യോ മോളെ, മോളെ, മാനസേ, അയ്യോ മോളെ, അയ്യോ കണ്ണ് തുറക്ക് മോളെ, മോളെ, മോളെ എഴുന്നേക്ക്, മോളെ, ഈശ്വര, മോളെ, മോളെ, മോളെ എഴുന്നേക്ക്. സുനിലേ, എടാ സുനിലേ, ഒരു ആവശ്യം വെച്ച് ചെറുക്കനെ കാണുകയില്ല. സുനിലേ, എടാ ഈശ്വര, പറയടാ. അതെ, ഒന്ന് അങ്ങോട്ടേക്ക് വരൂ. നിന്നെ തന്നെ. വാ, ഒന്ന് വേഗം വാ. ഒന്ന് വേഗം വാടാ. മാനസികെന്തോ പറ്റി. അയ്യോ ആന്റി, എന്ത് പറ്റി എന്റെ മാനസികെ? അയ്യോ, ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചപ്പോ വിളി കേട്ടോ. ഞാനും കേട്ടു. മാനസ, മാനസ, അയ്യോ മോളെ, മാനസ, മാനസ, എന്താ പറ്റി നിനക്ക്? മാനസ, അയ്യോ മാനസ, അയ്യോ ആന്റി, മാനസ മിണ്ടുന്നില്ല. മാനസ, അയ്യോ മാനസ, അയ്യോ ആന്റി, മാനസ മിണ്ടുന്നില്ല. ആന്റി ഒരു കാര്യം ചെയ്യ്, പോയി വണ്ടി എടുക്ക്. ചെല്ല് ആന്റി, ചെല്ല്. ഓ, ഒന്ന് പോ. കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. നീ എന്താ പറഞ്ഞേ? നിന്റെ ദേഹത്ത് തൊടാൻ എന്നെ അനുവദിക്കില്ലെന്നല്ലേ? കാണിച്ചു തരാം.
അച്ഛാ, പോകുന്ന കാര്യമെല്ലാം നല്ല രീതിയിൽ നടത്തി തരണേ. പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആ അതെ അമ്മ, എന്തോ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. അമ്മ തന്നെ പറയാറില്ലേ, പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് പോയതല്ലല്ലോ അമ്മേ, ആ പയ്യൻ ഇങ്ങോട്ട് വന്നതല്ലേ. പക്ഷെ വീട്ടുകാർക്കറിയില്ലല്ലോ. അവര് വിചാരിച്ചാലല്ലേ ഈ ബന്ധം നടക്കൂ. മക്കൾക്കും കുറച്ചൊക്കെ സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ കാണാതിരിക്കില്ലല്ലോ അമ്മ. എന്തായാലും ഞങ്ങൾ പോയെന്ന് സംസാരിച്ച് നോക്കട്ടെ. ഭാനുവിന് ചിലപ്പോ ദൈവം ജയേഷിനെയാണ് ഭർത്താവായിട്ട് തീരുമാനിച്ചിരിക്കുന്നെങ്കിലോ. അമ്മ സന്തോഷായിട്ടിരിക്കെ, ഒക്കെ നടക്കും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചു പോ. ഇപ്പൊ ഒന്നും വേണ്ട അമ്മ. ചേച്ചി, ഭാനു, ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, ജയേഷിന്റെ വിവരം ഇവിടെ ആരോടും പറയരുത്. ഇല്ല ചേച്ചി. എല്ലാം മംഗളമായിട്ട് വരാൻ പ്രാർത്ഥിക്കാം, ഒക്കെ ശരിയാവും. അമ്മ എന്തെങ്കിലും ചോദിച്ചാലും ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട, ഞങ്ങൾ ഉടനെ വരാം. എപ്പോഴായാലും അമ്മ അറിയാതിരിക്കോ ചേച്ചി? അതിനൊക്കെ വഴിയുണ്ട്. ആദ്യം ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നീടല്ലേ. നിനക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്ക് തന്നെ അറിയില്ല. ആദ്യം നീ നിന്റെ മൈൻഡ് ഒന്ന് സെറ്റാക്ക. നഷ്ടപ്പെട്ട ക്ലാസ്സൊക്കെ കവർ ചെയ്യാനുള്ളതാ, അറിയാലോ. തൽക്കാലം ഞങ്ങൾ വരുന്നത് വരെ നീ അമ്മയ്ക്ക് മുഖം കൊടുക്കാൻ പോകണ്ട. നിന്റെ ഈ ഭാവം കണ്ടിട്ട് എനിക്ക് എന്നെ സംശയം തോന്നുന്നു. ചെല്ല്, പഠിക്കാനൊക്കെ ഉള്ളതല്ലേ, പോയി. ഇവരെന്താ ഇന്നിവിടെ? ഞാനും അത് തന്നെ ആലോചിക്കുന്നു. ഈ വരവിന്റെ പിന്നില് ഇനി വല്ല ഉണ്ടാവും മോഹനേട്ടാ? ആ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, വാ. ഇരിക്ക് ഇരിക്ക് സൂര്യ. ഇരിക്കും. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരവ്? എന്താ അങ്കിളെ, ഇടയ്ക്കൊക്കെ വരണമെന്ന് ഇന്നലെ അങ്കിള് പറഞ്ഞപ്പോ ഇന്ന് തന്നെ ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഉറപ്പായിട്ടും പ്രതീക്ഷയില്ല. വരേണ്ടി വന്നാ വന്നല്ലേ പറ്റൂ അങ്കിൾ. എന്താ ചേച്ചി പെട്ടെന്ന്?
പറയാം.